ആകും. പക്ഷേ ആ നാഗകന്യകയെ വധിക്കാൻ ഇനിയും ശക്തി വേണം. ആ ശക്തി ഞാൻ തന്നെ രക്ഷയ്ക്കില്ല. ആ ശക്തി തരാൻ അതിന് കഴിയുകയുമില്ല. അതിനേക്കാളേറെ നീ ഇനിയും ശക്തി നേടേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ദിനം ദിനം തോറും നാഗകന്യകയുടെ ശക്തിയും വർദ്ധിച്ചു വരുന്നു. ഇപ്പോൾ അവളെ പണ്ടത്തെ പോലെ എളുപ്പത്തിൽ ബന്ധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പറയുകയാണ് രുദ്ര, എന്റെ ആവശ്യം നിനക്ക് തീർച്ചയായും വേണ്ടി വരുമെന്ന്. നാഗകന്യക നിന്നെ തേടി വന്നാൽ അവളെ അവിടെ വച്ച് തന്നെ ബന്ധിക്കണം. ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. സ്വാമി, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. അങ്ങയുടെ ശിഷ്യന് ആ നാഗകന്യയെ കൊല്ലാൻ സാധിക്കില്ലെന്നാണോ? ഈ രുദ്രനെ കൊണ്ട് കഴിയാത്തതായി ഒന്നും തന്നെയില്ല സ്വാമി. അവളെ കൊല്ലാൻ ഈ ഞാൻ തന്നെ ധാരാളമാണ്. മകുടിയുടെയും ആവശ്യമില്ല, ഒരു മന്ത്രശക്തിയുടെ സഹായവും എനിക്ക് ആവശ്യമില്ല. അവൾ എന്റെ മുന്നിലേക്ക് വരട്ടെ, അപ്പോഴറിയും ഈ രുദ്രൻ ആരാണെന്ന്. വേണ്ട രുദ്ര, അമിതമായ നിന്റെ ആത്മവിശ്വാസം ആപത്ത് ക്ഷണിച്ചു വരുത്തും. വിശ്വാസമില്ലെങ്കിൽ ഒന്നും നേടാൻ സാധിക്കില്ല സ്വാമിജി. എന്തായാലും ഇന്ന് അവൾക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അവളെ കൈക്കലാക്കി ബലി കൊടുക്കാതെ വിടില്ല ഞാൻ. ഞാൻ പോവുകയാണ് സ്വാമി, അങ്ങനെ അനുഗ്രഹിച്ചാലും. അളവിൽ കവിഞ്ഞ ആത്മവിശ്വാസം നിന്നെ തീർച്ചയായും പരാജയപ്പെടുത്തും. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണന്റെ സഹായമില്ലാതെ അശ്വമേധയാഗം നടത്താൻ തുനിഞ്ഞ ആ അർജുനനും ഇതേ ആത്മവിശ്വാസമാണ് ഉണ്ടായിരുന്നത്. ആ അതിര് കടന്ന ആത്മവിശ്വാസം കാരണം തൻ്റെ മകന് മുന്നിൽ അർജുനന് പരാജയപ്പെടേണ്ടി വന്നു. നിനക്കും ചിലപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായേക്കാം രുദ്ര. ഇങ്ങോട്ട് നോക്കാൻ എന്നെയാ. തന്റെ അച്ഛന്റെ ഓഫീസിലെ കഷ്ടപ്പെട്ട് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തത് നന്നായി. എന്റെ എത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയോ ഇപ്പൊ സഫലമായിരിക്കുന്നത്. എന്താന്നറിയില്ലേ തനിക്ക്? തന്നെ ഇതുപോലെ എന്റെ കാറിലിരുത്തി ഒരു റൈഡിന് കൊണ്ടുപോകണമെന്നുള്ളത്. എല്ലാ കാമുകന്മാരുടെ ആഗ്രഹവും അതായിരിക്കും, നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കൂടെ എന്നും ഉണ്ടായിരിക്കണമെന്ന്. ഞാനും അങ്ങനെ തന്നെയാടോ, എന്നും എപ്പോഴും തന്റെ കൂടെ ഉണ്ടാവണമെന്ന് എന്റെ ആഗ്രഹവും. തനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷെ ഞാൻ തന്നോട് തുറന്നു പറയുന്നു, താനത് പറയുന്നില്ല. എടോ എന്താ ഇത്? ഞാൻ തന്നെ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കും, താൻ എന്തെങ്കിലും ഒന്ന് പറയേ. എന്തിനാ എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നേ? ടെൻഷനൊക്കെ മാറ്റി എപ്പോഴും ചിരിച്ചോണ്ടേയിരിക്കണം. ചിരിച്ചാൽ നമ്മുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. ആ മനസ്സിൽ സ്നേഹം ഉണ്ടാവുകയും ചെയ്യും. തന്റെ മുഖത്തൊരു ചെറു പുഞ്ചിരി ഉണ്ടെങ്കിൽ താൻ എത്ര സുന്ദരിയാണെന്ന് അറിയാമോ? ഒന്ന് ചിരിക്കടോ. താനൊന്ന് ചിരിച്ചു കാണാൻ എനിക്ക് എത്ര ആഗ്രഹമുണ്ടെന്ന് അറിയാമോ? എന്താണെന്നെയാ, തനിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലല്ലേ? എനിക്ക് തന്നോട് സംസാരിക്കണം, എന്റെ ഉള്ളിലെ ഫീലിങ്സ് ഒക്കെ തന്നോട് തുറന്ന് പറയാൻ വേണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോ എന്റെ അടുത്തുനിന്ന് താൻ പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷയാവും. എന്റെ മനസ്സിലുള്ളത് പറയാനുള്ള അവസരം പോലും താൻ തരുന്നേയില്ല. ഇന്ന് എനിക്ക് തന്നെ ഒറ്റയ്ക്ക് സൗകര്യമായിട്ട് കിട്ടിയ ദിവസമാ. എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ ഇന്ന് തുറന്ന് പറയാൻ പോവാ. സംസാരിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് വെറുതെ സംസാരിച്ചോണ്ടിരിക്കുകയാണോ? ഇങ്ങനെ പറഞ്ഞു തന്റെ വാ കഴിക്കുന്നില്ലേ? തന്നെ പറ്റി ആലോചിച്ച് എന്റെ ഹൃദയമാ വേദനിക്കുന്നത്. പക്ഷെ തന്നോട് സംസാരിക്കുമ്പോ സമയം പോകുന്നത് അറിയില്ല. തന്നോട് കൂടുതലായി അടുക്കുക. തന്നോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന എന്നെ വേണം പറയാൻ. നോക്ക്, ഇനി ഒന്നും സംസാരിക്കണ്ട. സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. അതല്ല എന്റെ അനന്യ, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ തന്നെ സ്നേഹിക്കുന്നു. താൻ എന്നെ സ്നേഹിക്കണ്ട. എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും പറഞ്ഞ് താൻ തന്റെ ജീവിതം പാഴാക്കരുത്. താൻ എന്തൊക്കെയാ പറയുന്നേ? തന്നെ സ്നേഹിച്ച എന്റെ ജീവിതം പാഴാവുകയല്ല, മറിച്ച് ധന്യമായി തീരും. ഈ അർജുന്റെ ജീവിതം പ്രകാശിക്കും. ഇല്ല, നിന്റെ ജീവിതം പ്രകാശിക്കില്ല, ഇരുളായിരിക്കും. നോക്ക്, തന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത്. എന്നെ മറന്നിട്ട് മറ്റേതെങ്കിലും പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ജീവിക്ക്. ഞാൻ താൻ കരുതുന്നത് പോലുള്ള പെൺകുട്ടിയല്ല. എനിക്കറിയാടോ താൻ എത്ര നല്ല കുട്ടിയാണെന്ന്. തന്നെ പോലെ നല്ല മനസ്സുള്ള വേറൊരു കുട്ടിയും കിട്ടില്ല. ഇനി താൻ എന്തൊക്കെ പറഞ്ഞാലും ശരി,
തന്നെ അല്ലാതെ മറ്റാരെയും വിവാഹം ചെയ്യില്ല. എന്റെ ലൈഫിലേക്ക് മറ്റൊരാളും കടന്നു വരില്ല. വണ്ടി നിർത്ത്. എന്താ നിർത്താനോ? വണ്ടി നിർത്താൻ അമ്പലമൊന്നും അടുത്തില്ലല്ലോ. തന്റെ ചോദ്യങ്ങളൊക്കെ നിർത്തിയിട്ട് ആദ്യം വണ്ടി നിർത്താൻ നോക്ക്. എടോ, ഇത് താനൊന്ന് എന്റെ കാറിൽ വന്ന് തട്ടിയ സ്ഥലമാ. ഇപ്പോൾ മുന്നിൽ കാണുന്ന വഴിയിലൂടെ തുടർന്ന് സഞ്ചരിച്ചാൽ നിനക്ക് നിന്റെ ശത്രുവിനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചേക്കാം. പോകൂ മകളെ, മുന്നിലുള്ള വഴിയിലൂടെ തുടർന്ന് സഞ്ചരിക്കൂ. എടോ, താൻ അവിടെ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കാ? വാ, നമുക്ക് പോവാം. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. എന്താ ആ ഭാഗത്തോ? അല്ല, അമ്പലം ഈ ഭാഗത്താണെന്നല്ലേ താൻ പറഞ്ഞത്? ശരി, താൻ വരുന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ഇപ്പൊ എന്നെ ഒന്ന് വെറുതെ വിടാൻ നോക്ക്. എന്താ ഇത് അനന്യ? തന്നെ തന്റെ പാട്ടിന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ എന്റെ ജോലി എന്താ? ഈ അർജുൻ എപ്പോഴും തന്റെ പിന്നിൽ ഒരു നിഴലായി കൂടെ ഉണ്ടാവും. അപ്പൊ എല്ലാം സക്സസ് ആയി തീരും. ഇപ്പൊ എന്താ വേണ്ടേ? താൻ പറഞ്ഞ ഇടത്തേക്ക് ഞാൻ വരണം. ശരി, ആയിക്കോട്ടെ. തന്റെ കൂടെ ഞാൻ എവിടെ വരാനും തയ്യാറാ. ഇനിയിപ്പോ സ്വർഗത്തിൽ പോണെന്ന് പറഞ്ഞാലും ഞാൻ റെഡിയാ, നരകത്തിൽ പോണെന്ന് പറഞ്ഞാലും റെഡിയാ. അയ്യോ എന്റെ മഹാദേവ, എന്ത് മായ ഇത്! ഒരു സുന്ദരനായ പയ്യന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. എന്നാ ആ പെൺകുട്ടിക്ക് ഈ പയ്യനോട് ഒരു ഫീലിങ്സും ഇല്ല. അങ്ങേക്കിത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? കുറച്ചെങ്കിലും എന്നോട് കരുണ കാണിക്കും മഹാദേവ, പ്ലീസ്. എന്റെ അമ്മേ, കാറി കയറി ഇരിക്കണം തോന്നുന്നു. ഇതിലേ പൊയ്ക്കോളൂ. വിഷ്ണു, ഞാൻ കുറെ നേരമായിട്ട് നിന്നെ ഫോൺ ചെയ്യാ. എന്താ നീ ഫോൺ എടുക്കാത്തത്? എന്താ മീറ്റിംഗിൽ ഇരിക്കുന്നെന്നോ? എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പറ്റില്ലടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഹലോ ഹലോ, ഇതെന്തൊരു കുട്ടികളാ! എന്താ അമ്മേ, എന്തു പറ്റി? ഏട്ടൻ എന്താ പറഞ്ഞേ? അവനേതോ മീറ്റിംഗിൽ ഇരിക്കുകയാണെന്ന്. ഇപ്പം സംസാരിക്കാൻ പറ്റില്ലാന്ന് ഫോൺ കട്ട് ചെയ്തു. ഇങ്ങനെ ഒരു മകൻ കാരണം ഞാൻ ആകെ വിഷമത്തിലാ. നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു. അദ്ദേഹം ഇപ്പൊ എന്താ ഇങ്ങനെ പെരുമാറുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തു പറ്റി അമ്മേ? എന്താ എത്ര ടെൻഷനായിട്ടിരിക്കുന്നത്? നിന്നെ പോലുള്ള മക്കളുണ്ടായാ ടെൻഷനാകാതിരിക്കാൻ പറ്റുമോ? അമ്മേ, ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടാ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? അല്ലാതെ പിന്നെ നിന്റെ ചേട്ടനാണെങ്കിൽ എപ്പോഴും മീറ്റിംഗും ഓഫീസും. നീയാണെങ്കിലോ എനിക്കെന്ത് ഉത്തരവാദിത്വം എന്നും പറഞ്ഞ് ഈ വീട്ടിലേക്ക് വരുന്നു പോകുന്നു. എനിക്കും പ്രായമായി. വീടും കുടുംബമെന്നും പറഞ്ഞ് ഇനി എത്ര കാലം ഞാൻ കഷ്ടപ്പെടണമെന്നാ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാണ് അമ്മ പറയുന്നത്? നിന്നോടും നിന്റെ ചേട്ടനോടും എത്ര തവണ ഞാൻ പറഞ്ഞതാ, അർജുന് കല്യാണം നോക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവന്റെ ജീവൻ ആപത്താണെന്ന്. എന്നിട്ട് പോലും എന്ത് വേണമെന്ന് നിങ്ങൾ ആരും ചോദിക്കുന്നില്ലല്ലോ. അത്രയല്ലേ ഉള്ളൂ, അത് നമുക്ക് നടത്താം. ഇപ്പൊ എന്താ, അവനൊരു പെണ്ണിനെ കണ്ടുപിടിച്ചാ പോരെ? നമുക്ക് നോക്കാം. പെണ്ണിനെയൊക്കെ കണ്ടുവച്ചു. പെണ്ണിനെ കണ്ടെത്തിയെന്നോ? ആരായിട്ടെത്തിയ പെൺകുട്ടി? വേറെ ആരുമല്ല, നമ്മുടെ മയൂരിയ. മയൂരിയുടെ ജാതകവും നമ്മുടെ അർജുന്റെ ജാതകവും തമ്മിൽ പൊരുത്തം ഉണ്ടോന്ന് നോക്കാൻ ജ്യോത്സ്യരുടെ അടുത്ത് പോയിരുന്നു. അവരുടെ ജാതകം നല്ല പൊരുത്തമുണ്ട്, കല്യാണം നടത്താമെന്നും പറഞ്ഞു. അപ്പൊ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, കല്യാണം നമുക്ക് ഉടനെ നടത്താം. എനിക്ക് കല്യാണത്തിനെ പറ്റിയൊന്നും വലിയ അറിവില്ല.
അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്തോളൂ. കണ്ടോ ഹേമ, ഇവൻ എന്താ ഈ പറയുന്നതെന്ന്? അമ്മ അല്പം സമാധാനമായിട്ടിരിക്കെ, ഞാൻ രുദ്രനോട് സംസാരിക്കാം. നോക്ക് രുദ്ര, കല്യാണക്കാര്യമൊക്കെ നിങ്ങൾ നോക്കിയാ മതി എന്ന് പറഞ്ഞാൽ എങ്ങനാ? വീട്ടിലെ ആണുങ്ങളല്ലേ മുൻപിൽ നിൽക്കേണ്ടത്? വീട്ടിലെ ആണുങ്ങൾ തന്നെ ഞങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾ നോക്കിയാ മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പറയേ. ഇല്ല ഏട്ടത്തി, പെൺകുട്ടി അന്വേഷിക്കുന്ന മുതൽ ജാതകം പൊരുത്തമുണ്ടോ എന്ന് നോക്കുന്നത് വരെ നിങ്ങൾ ചെയ്തു. ഇനി കല്യാണ ഏർപ്പാടുകൾ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങളുടെ കൂടെയാണെങ്കിൽ കാരണമുണ്ട്. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സംഗതി കഴിഞ്ഞു. ഇതിന് എന്റെ ഏട്ടന്റെ ആവശ്യം എന്താണ്? നോക്ക് രുദ്ര, ഇതുവരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ബാക്കിയൊക്കെ ചെയ്യേണ്ടത് നിങ്ങളാ. അർജുന് സർപ്പദോഷമുണ്ട്, അതിന് നാഗപൂജ ചെയ്യണം. നീയും ചേട്ടനും പിന്നെ വീട്ടിലുള്ള എല്ലാവരും പോണം. പറ്റില്ലെന്ന് പറയരുത്. പോകുന്ന ദിവസം നമുക്കങ്ങ് പോയാ പോരെ? കണ്ടോ, ഇവന്റെ മറുപടി കേട്ടില്ലേ? ഇത് അർജുന്റെ ജീവന്റെ പ്രശ്നമാ. ഈ പൂജ നടത്തിയില്ലെങ്കിൽ അർജുന്റെ ജീവന് ആപത്താണെന്നാ ജ്യോത്സ്യന് പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ബിസിനസ്സും മീറ്റിംഗും ഒക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ വരണമെന്ന്. ഈ കാര്യം ഏട്ടനോടും പറഞ്ഞേക്ക്. അതൊക്കെ ഏട്ടത്തി പറഞ്ഞോളൂ, ഒന്ന് വിട്. ഞാൻ പറയുന്നത് അനുസരിക്കാത്തവൻ നിന്റെ ഏട്ടത്തിയുടെ വാക്ക് കേക്കോ? അവൻ എന്തു പറ്റിയെന്ന് അറിയില്ല. ശരിയമ്മേ, ഞാൻ പറയാം. എനിക്ക് കുറച്ച് ജോലി തീർക്കാനുണ്ട്, ഞാൻ പോയിട്ട് വരാം. അല്ല മുത്തശ്ശി, വെറും പൂജ ചെയ്ത ആപത്തും പ്രശ്നമൊക്കെ മാറി കിട്ടുന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് പോലീസ് സ്റ്റേഷന്റെ ആശുപത്രിയുടെ ആവശ്യമേ ഇല്ല. വെറും അമ്പലങ്ങൾ മാത്രം പണിതാ മതിയാവുമല്ലോ. ഏയ് ചിത്ര, നിനക്ക് അർജുന് നാഗദോഷമുള്ള കാര്യം തമാശയായിട്ടാണ് തോന്നുന്നത്? എടി, പോലീസുകാരുള്ളത് കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയാ. ആശുപത്രി ഉള്ളത് രോഗം ഭേദമാക്കാനും, അല്ലാതെ ജാതകദോഷം ഭേദമാക്കാൻ വേണ്ടിയിട്ടല്ല. ഈ കാര്യങ്ങൾക്കൊക്കെ അമ്പലവും പൂജയും തന്നെയാണ് പരിഹാര മാർഗം. വിവരമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയരുത്. ചിത്ര, ഇനി ഒരു തവണ കൂടി കുടുംബക്കാരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ആരോട് എന്ത് സംസാരിക്കണമെന്ന് അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. അല്ലാതെ വായി തോന്നിയ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയരുത്. അയ്യോ, അതിന് ഞാനിപ്പോ എന്ത് പറഞ്ഞു എന്നാ? ഈ വഴിയെ പൊയ്ക്കോളൂ. ആ, അങ്ങോട്ട് തന്നെയാ പോകുന്നത്. ഭഗവാനെ, ഏത് വഴിക്ക് പോകണമെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് അങ്ങ് തന്നെ ഒരു വഴി കാട്ടിത്തരണം. ഏയ് അനന്യ, താൻ എന്നെ എങ്ങോട്ടേ കൂട്ടിക്കൊണ്ടു പോകുന്നേ? അറ്റ്ലീസ്റ്റ് എങ്ങോട്ടാ പോകുന്നെങ്കിലും ഒന്ന് പറയേ. ഞാൻ എങ്ങോട്ടേക്കാണോ പോകാൻ പറയുന്നത്, മിണ്ടാതെ എന്റെ കൂടെ വന്നാ മതി. എങ്ങോട്ട്, എപ്പോഴാ, എന്തിനാ എന്നൊന്നും ചോദിക്കണ്ട. ശരി, ആയിക്കോട്ടെ. ഈ റോഡ് സ്ട്രെയിറ്റ് പോണോ അതോ റൈറ്റോ ലെഫ്റ്റോ തിരിയണോ അത് പറയേ. ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കല്ലേ, അങ്ങനെ പോകാം. എന്റെ അനന്യ, നാളെ എന്റെ ബർത്ത്ഡേ ആണ്. അതിന് നാളെ എന്റെ വീട്ടിലൊരു ഗ്രാൻഡ് പാർട്ടി നടത്താൻ പോവാ. എല്ലാ വർഷവും പാർട്ടി നടത്താറുണ്ട്, പക്ഷെ ആ പാർട്ടിയിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമോ ഫീലിങ്സോ ഉണ്ടാവാറില്ല. എന്നാൽ ഈ വർഷം എനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നുക. എന്താന്ന് വെച്ചാ, ഐ മീൻ ലവ്. ഞാൻ തന്നെ സ്നേഹിക്കുകയാണ്. ഇനി താനേ എനിക്കെല്ലാം. എടോ പ്ലീസ്, താൻ ഉറപ്പായിട്ട് എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരണം. താൻ വരികയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാവും. പ്ലീസ് അനന്യ, നാളെ വരണേ. ഞാൻ എന്തിനു വരണം? നീ ഞാനും തമ്മിൽ എന്താ ബന്ധം? എന്ത് വേണമെന്ന് ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയാ? താൻ എന്റെ ജീവനാടോ. ദേ നോക്ക്, എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. താൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതി എനിക്ക് വരാനൊന്നും പറ്റില്ല. അത് മാത്രമല്ല, എനിക്ക് തന്നോട് അത്തരത്തിലുള്ള യാതൊരു താല്പര്യമില്ല, മനസ്സിലായോ? എനിക്കിവിടെ ചില ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുണ്ട്. അതാണ് എനിക്ക് പ്രധാനം. അതൊഴിവാക്കിയിട്ട് എനിക്ക് സ്നേഹം, കല്യാണം, ഇതിലൊന്നും ഒരു താല്പര്യമില്ല. പ്ലീസ് അനന്യ, അങ്ങനെയൊന്നും പറയല്ലേ. ഇങ്ങോട്ട് നോക്കിയേ, തന്റെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും എല്ലാം ഞാൻ കൂടെ തന്നെ ഉണ്ടാവും.
താൻ എന്ത് ചെയ്താലും എന്തിനാ ഏതിനാന്ന് പോലും ഞാൻ ചോദിക്കാൻ വരില്ല. ദേവി തന്റെ ഈ സ്നേഹം അംഗീകരിച്ച് തനിക്ക് എന്നെ കല്യാണം കഴിച്ചൂടെ? ദയവ് ചെയ്ത് താൻ ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാനൊരു സാധാരണ പെൺകുട്ടിയല്ല. എനിക്കറിയാം അനന്യ, താനൊരു സ്പെഷ്യൽ ഗേൾ ആണെന്ന്. അതുകൊണ്ട് എനിക്ക് തന്നെ ഇത്ര ഇഷ്ടം. സത്യത്തിൽ താനൊരു സാധാരണ പെൺകുട്ടിയായിരുന്നെങ്കിൽ ഞാൻ തന്നെ തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് താനൊരു പാരിജാത പുഷ്പമാണോ? അത് മാത്രമല്ല, തന്നെ കണ്ട അന്നു മുതൽ ഈ ഹൃദയത്തിൽ കുടിയേറിയതാ. താൻ പൂർണ്ണമായിട്ടും ഈ അർജുന്റേതായിട്ട് മാറണം. ഈ ജന്മത്തിലും മാത്രമല്ല, ഇനിയുള്ള ജന്മത്തിലും. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്നേഹം എന്ന് പറഞ്ഞ എന്റെ പുറകെ വന്ന് താൻ തന്റെ ജീവിതം പാഴാക്കരുത്. പ്ലീസ്, ഇങ്ങനെയൊന്നും പറയല്ലേ. താൻ എന്റെ ലൈഫിലേക്ക് വന്നില്ലെങ്കിൽ എന്റെ ജീവിതം വെറുതെ ആയി പോവും. താൻ എന്റെ കൂടെ ഇല്ലാത്തൊരു ലൈഫ് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. എന്റെ പ്രണയത്തിന് പച്ചക്കൊടി കാണിക്കൂ അനന്യ. ഇല്ല, തന്നെ ഞാൻ സ്നേഹിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. താൻ എന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നതും ആകാശം തൊടാൻ ശ്രമിക്കുന്നതും ഒരുപോലെയാണ്. നോക്ക്, അത് രണ്ടും നടക്കാത്ത കാര്യമാണ്. എന്ത് സംഭവിച്ചാലും ഞാൻ തന്നെ സ്നേഹിക്കില്ല. സ്നേഹം എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്ന് തന്റെ സമയം വെറുതെ പാഴാക്കി കളയരുത്. വണ്ടി നിർത്ത. രാജി നിക്ക്, ഞാൻ പറയുന്ന കേക്ക്. ഇല്ല, ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല. രാജേശ്വരി, നിനക്ക് എന്താ പറ്റിയത്? ഇങ്ങനെ ഒച്ച എടുക്കുന്നത് തീരെ ശരിയല്ല. നീ ഒന്ന് സമാധാനപ്പെട്, പോയി റെസ്റ്റ് എടുക്ക്. ഇല്ല, റെസ്റ്റ് എടുക്കില്ല. ഞാൻ നല്ലവളല്ല. എന്റെ മനസ്സ് നിറയെ വിഷമാണ്. എന്റെ മുന്നിൽ നല്ലവരെ കണ്ടാൽ അവർക്കെല്ലാം വിഷം കൊടുക്കണമെന്ന് എനിക്ക് തോന്നും. അതിനു മുമ്പായി എനിക്ക് വിഷം തന്ന് നിങ്ങളെന്നെ കൊല്ലണം. ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും വിഷം തന്ന് എല്ലാവരെയും ഞാൻ കൊന്നിരിക്കും. എന്നെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊല്ല്. എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കൂ. ഞാൻ നല്ലവളല്ല. എന്നെ ഈ വീട്ടിൽ നിർത്തരുത്. എന്നെ ഒന്ന് പുറത്താക്കൂ പ്ലീസ് ചേച്ചി. എന്താ ദേവ ഇത്? നിന്റെ ഭാര്യ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അവൾക്ക് പെട്ടെന്ന് എന്ത് പറ്റി? എന്തു പറയാനാ ജേഷ്ഠത്തി, ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചെറിയമ്മയ്ക്ക് ഇത് എന്താ? ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്തോ ആലോചിച്ച് ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഉടനെ ഏതെങ്കിലും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കാം. പറഞ്ഞത് ശരിയാ വിക്രം. ഞാൻ ഇരിക്കേണ്ട സ്ഥലം മെന്റൽ ഹോസ്പിറ്റലാണ്. എന്നെ കൊണ്ടുപോ. ഞാൻ ഇവിടെ ഉണ്ടാകരുത്. എന്നെ വേഗം കൊണ്ടുപോകൂ. നീ എന്താ ആലോചിക്കുന്നേ വിക്രം? കൊണ്ടുപോയി എന്നെ കറന്റ് ഷോക്ക് അടുപ്പിക്ക്. അപ്പോഴെങ്കിലും ഞാനൊന്ന് ശരിയാകുമോന്ന് നോക്കാം. ഞാനൊരു അത്യാഗ്രഹിയാണ്. എല്ലാം എനിക്ക് തന്നെ വേണമെന്നാണ് ആഗ്രഹം. ഞാൻ മാത്രമല്ല, നിന്റെ ചെറിയച്ഛനും അങ്ങനെയാ. അവർക്കും കറന്റ് ഷോക്ക് കൊടുക്ക്. എന്താ നോക്കി നിൽക്കുന്ന ദേവരാജ് സാർ? വരൂ, നിങ്ങൾക്ക് മെന്റൽ ഹോസ്പിറ്റലിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തരാം. വരൂ വരൂ, വന്നോളൂ, വാ. ചെറിയമ്മേ, നമുക്ക് പോകാം. ഒന്ന് വെയിറ്റ് ചെയ്യേ. ചെറിയമ്മ കൊണ്ടുപോവാം. അല്ല വിക്രം, ഒരു 2 ദിവസം നോക്കാം. എന്നിട്ട് ശരിയായില്ലെങ്കിൽ നീ പറഞ്ഞ പോലെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എന്താ? ശരി, അങ്ങനെ ചെയ്യാം. ദേവാ, രാജേശ്വരി റൂമിലേക്ക് കൊണ്ടുപോയിക്കോ. റെസ്റ്റ് എടുക്കട്ടെ. ശരി എടുത്തേ. രാജി, വാ പോകാം നമുക്ക്. ഇല്ല, ഞാൻ എങ്ങോട്ടും ഇല്ല. എനിക്ക് മെന്റൽ ഹോസ്പിറ്റലിൽ പോയി ഷോക്ക് ട്രീറ്റ്മെന്റ് എടുക്കണം. ശരി, ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുക്കാം. അതുവരെ വന്ന് റെസ്റ്റ് എടുക്ക്. വാ വാ വാ. ഡോക്ടർ വരാൻ ചിലപ്പോൾ ലേറ്റ് ആവും. അപ്പോയിന്റ്മെന്റ് എടുക്കുന്നവരെ നീ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുക. വാ. അയ്യോ എന്റെ അനന്യ, നീ എങ്ങോട്ടീ പോകുന്നത്? എടോ നിക്ക്, ഞാനും വരാം. അനന്യ നിക്കാൻ. ഈ കാട്ടിലെവിടെ എന്തന്വേഷിച്ചോണ്ടിരിക്കുക? എട് പിടിയെന്ന് പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഏയ് അനന്യ,
ആരുമില്ലാത്ത സ്ഥലത്ത് പോയി അവൾ എന്ത് ചെയ്യാ? അവൾ എന്താ ഈ അന്വേഷിക്കുന്നേ? എനിക്ക് കാണാൻ കഴിയാത്ത എന്തെങ്കിലും തന്റെ കണ്ണി കാണുന്നുണ്ടോ? ഇവൾക്ക് ദൈവത്തെ കാണാൻ പറ്റുമോ എന്തോ? ഋഷിമാരും മുനിമാരും കാണുന്നത് പോലെ അങ്ങനെയാണോ? ഇവിടെ വച്ചാണ് എന്റെ ശത്രുക്കൾ എന്നെ കൊല്ലാനായി ശ്രമിച്ചത്. അന്ന് ഞാൻ അവരെ വ്യക്തമായി കണ്ടില്ല. ആരാ, എന്തുകൊണ്ട് അവരുടെ മുഖം എനിക്ക് വ്യക്തമാകാത്തെ? ഇവിടെ വന്ന ആ ശത്രുക്കൾ എവിടെയാ ഉള്ളത്? ഭഗവാനെ, നീ തന്നെ പറയ, അവരെവിടെയാണുള്ളത്? അവരുള്ളിടത്തേക്ക് എനിക്ക് വഴി കാട്ടിത്തരൂ. ഇവിടെ വന്ന് അവരെക്കുറിച്ച് മനസ്സിലാകുമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? കാട്ടിത്തരൂ ഭഗവാനെ, അവരുള്ള ഇടം കാട്ടിത്തരൂ. ഇവളവിടെ എന്തെടുക്ക? ഇവളെ കുറിച്ച് എനിക്ക് ശരിക്കൊന്നും മനസ്സിലാക്കാനും കഴിയുന്നില്ല. അല്ല, അവിടെ ഇപ്പൊ എന്താ ഉള്ളത്? അവളെന്തോ ആലോചിച്ച് നിൽക്കാണെന്ന് തോന്നേ. ദൈവമേ, എന്റെ ശത്രുക്കളുടെ മുഖം എനിക്ക് വ്യക്തമാകുന്നില്ല. അവരെവിടേക്കാണ് പോയതെന്നും എനിക്കറിയില്ല. എടോ അനന്യ, അമ്പലത്തിലേക്ക് പോകാൻ സമയമായി, താൻ വേഗം വന്നേ. നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. Please call back. എന്താ മയൂരി, എന്തോ ടെൻഷൻ ഉള്ള പോലെ ഉണ്ടല്ലോ? അതെ അമ്മേ, ഇന്ന് രാത്രി അർജുന്റെ ബർത്ത്ഡേ പാർട്ടിയല്ലേ. അവനെയും കൂട്ടിക്കൊണ്ടുപോയി കടയിൽ നിന്ന് നല്ലൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാന്ന് കരുതിയതാ. പക്ഷെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നേ ഇല്ല. മയൂരി, അവൻ അവന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ടല്ലേ പോയത്? ഫ്രണ്ട്സിന്റെ കൂടെ ബിസി ആയിട്ടായിരിക്കും. ഒന്നുകൂടി ശ്രമിച്ചു നോക്ക്. അമ്മേ, അർജുൻ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയാമോ? നല്ല ചോദ്യം നീ ചോദിച്ചത്. അവൻ ആരുടെ വീട്ടിലാ പോയെന്ന് എനിക്ക് അറിയായിരുന്നെങ്കിൽ ഇത്രയും നേരമായിട്ട് ഞാൻ നിന്നോട് പറയാതിരിക്കുവോ? 1-2 പേരാണോ അവന്റെ ഫ്രണ്ട്സ്? 50 പേരെങ്കിലും ഉണ്ടാവും. അമ്മേ, അർജുൻ അവന്റെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനല്ലേ പോയിരിക്കുന്നേ. അവന്റെ ഫ്രണ്ട്സ് ആരാ, അവരുടെ വീട് എവിടെയാന്നൊന്നും പറയോ? ഞാൻ തന്നെ പോയി അവന് ഷോപ്പിങ്ങിന് പോവാൻ പിക്ക് ചെയ്തോളാം. ആരുടെ വീട്ടിലേക്ക് പോയെന്ന് ഞാൻ എങ്ങനെ പറയാ? ശരി, അത് പോട്ടെ അമ്മേ. അവൻ എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ. എന്തായാലും രാത്രി ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ. ഞാൻ തന്നെ പോയി അവന് നല്ലൊരു ഡ്രസ്സ് വാങ്ങി കൂട്ടത്തില് അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും വാങ്ങിട്ട് വരാം. മയൂരി, നിങ്ങളുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനു മുൻപ് ഇത്രയും സ്നേഹോ? അമ്മേ, ഞാൻ ഇന്നോ ഇന്നലെ അല്ല അർജുനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. കോളേജ് ഡേയ്സിൽ നിന്ന് തുടങ്ങിയതാ ഈ ഇഷ്ടം. അമ്മയോട് ഇപ്പോഴാ പറഞ്ഞതെന്നേ ഉള്ളൂ.